Hi guys, Assalamu alaikum. This is Bichu Fahima here. Welcome back to another video. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും തലശ്ശേരിക്കാരെ സ്പെഷ്യലായ മുരു വരട്ടിയത്, അതായത് ഓയിസ്റ്റർ റോസ്റ്റ്. മുരുവിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന സാധനമാണ് മുരു. ഇത് സാധാരണയായിട്ട് ഉണ്ടാവാൻ കടലും പുഴയും കൂട്ടിമുട്ടുന്നിടത്തുള്ള പാറയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവാൻ. ആദ്യകാലങ്ങളിൽ തലശ്ശേരി പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കണ്ടുവരൽ. പക്ഷേ ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയെല്ലാം ചെയ്യുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. ഉപ്പുവെള്ളത്തിൽ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഷെൽഫിഷിൽ കല്ലുമുക്കായ പോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റാണിത്. ഇത് തലശ്ശേരിയിൽ നിന്ന് പോകുമ്പോൾ കൊടുവള്ളിൻ്റെയും ധർമ്മടമിൻ്റെയും അടുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ല ഫ്രഷ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഷെല്ലിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് നോക്കിയപ്പോൾ മനസ്സിലായത് അങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല. ഇവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ കല്ലുമക്കായി ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഷെല്ല് നല്ല മൂർച്ചയുണ്ട്, കൈ മുറിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് സീസൺ വൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിതിന് വലിയൊരു വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് അധികം ആർക്കും അറിയാത്തത്. പക്ഷേ പുറത്ത് സ്റ്റാർ ഹോട്ടൽസിലെല്ലാം സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷെൽ ഫിഷാണ് ഓയിസ്റ്റർ ഫ്രൈ. അപ്പോൾ ഞാനിവിടെ 25 പീസസ് മുരു എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അവരിതുപോലെ വെള്ളത്തിലിട്ടിട്ടാണ് തന്നത്. അപ്പോൾ മുരു ഏകദേശം നമ്മളെ കല്ലുമക്കായിൻ്റെ ഷേപ്പ് തന്നെയാണ്, പക്ഷേ കല്ലുമക്കായിൻ്റെ ഇറച്ചിനേക്കാളും നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് കാണുന്ന പാട്ടെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ കുറച്ച് ബൾജായിട്ട് കാണുന്നില്ല, അവിടെയുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. സാധാരണ ഈ വേസ്റ്റ് അധികം ആൾക്കാരും കളയാറില്ല, കാരണം അതും കൂടി എടുത്താൽ ഇതാകെ അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് നിങ്ങളെ ചോയ്സ് പോലെ ചെയ്താൽ മതി. അപ്പോൾ മുരു കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, അത് കുക്കായി വരുമ്പോൾ അതിൽ തന്നെ വെള്ളം വരും. അടച്ച് വെച്ച് 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം മുരു കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിൽ വരട്ടിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊരിഞ്ഞ് വരുമ്പോൾ 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വാടി വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടി ആഡ് ചെയ്യാം. 2 പച്ചമുളകും 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം, കാരണം കടായി നന്നായിട്ട് ചൂടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച മുരു ഇല്ലേ, കുക്ക് ചെയ്തപ്പോൾ വന്ന വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് ഇത് വറ്റി വരുമ്പോൾ അടിപൊളിയാണ്. ഇനി ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പം മുരു വരട്ടിയത് നന്നായിട്ട് മിക്സായി സെറ്റായിട്ടുണ്ട്. ഇനി മേലെ കുറച്ച് മല്ലിയിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ടൈപ്പ് ചിക്കൻ, മീറ്റ് അല്ലെങ്കിൽ ഫിഷ് എല്ലാം ട്രൈ ചെയ്തിനെങ്കിലും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വൻ മിസ്സാണ് മക്കളെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.